ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. മക്കളെ, നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ആയിട്ടുള്ള എക്കണോമിക് സിസ്റ്റം ആൻഡ് എക്കണോമിക് പോളിസീസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അഥവാ സമ്പദ് വ്യവസ്ഥയും സാമ്പത്തിക നയങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളാണ്. ഇതാണ് ഏറ്റവും പിള്ളേർക്ക് എല്ലാവർക്കും സംശയം വരുന്ന കാര്യവും, അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മക്കളെല്ലാം സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്നത്, അഥവാ എക്കണോമിക് സിസ്റ്റംസ്, സമ്പദ് വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. മക്കളെ, ലോകത്ത് 3 തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റംസ് ആണുള്ളത്. 3 തരത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥകളാണ് ലോകത്തുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അതിൽ ഒന്നാമത്താണ് ഏത് മക്കളെ? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയും. അതേസമയം രണ്ടാമത്താണ് സോഷ്യലിസ്റ്റ് എക്കോണമി അഥവാ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. മൂന്നാമത്താണ് മിക്സഡ് എക്കോണമി, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഈ 3 പേര് പഠിക്കാൻ ഒരു പക്ഷേ എളുപ്പമായിരിക്കും. ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സർ എന്ന് പറഞ്ഞാൽ അത് പഠിക്കാൻ സിമ്പിൾ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഡീറ്റെയിലുകൾ നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ എക്കോണമിയൊക്കെ തന്നെ നമ്മൾ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമ്മൾ പഠിച്ച വാക്ക് ഏതാണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പഠിച്ചേ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അഥവാ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. അവിടെ മുതലാളിത്തം ആ വാക്ക് മക്കളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. മുതലാളിത്തം, ഒരു മുതലാളിയുടെ ലക്ഷ്യം എന്തായിരിക്കും? ജനങ്ങൾക്ക് നന്മകൾ ചെയ്യണമെന്നാണോ? ജനങ്ങൾക്ക് സാധനങ്ങൾ വെറുതെ കൊടുക്കണമെന്നാണോ മുതലാളിയുടെ ലക്ഷ്യം? അല്ല, അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആകെ ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഏതു മാത്രമായിരിക്കും? പ്രോഫിറ്റ് മാത്രമായിരിക്കും. അഥവാ പ്രോഫിറ്റിന്റെ മലയാളം നമ്മൾ എന്ത് പറയും? ലാഭം മാത്രമായിരിക്കും. ഒരു ലാഭം മാത്രം ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അവരുടെ ലക്ഷ്യം എന്ത് മാത്രമാണ്? ലാഭം മാത്രമേ അവരുടെ ലക്ഷ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ആ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ, ഫീച്ചേഴ്സുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് മക്കളെ കൃത്യമായിട്ട് മക്കളുടെ മനസ്സിന്റെ ഉള്ളിൽ ഓർമ്മ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഫോർ എന്റർപ്രണേഴ്സ് ടു പ്രൊഡ്യൂസ് എനി കമ്മോഡിറ്റി. സംരംഭകർക്ക് എന്ത് വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. എന്ത് വസ്തുക്കളും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് ഡ്രഗ്സ് ഒന്നും നിങ്ങൾ അതിൽ ആലോചിക്കാൻ പാടില്ല. എന്നിരുന്നാലും അവിടെ എന്ത് വസ്തുക്കളെയും നിർമ്മിക്കാനുള്ള ഒരു പെർമിഷൻ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അത് നിർമ്മിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും. അതേസമയം റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി, സ്വകാര്യ സ്വത്തവകാശം ഉണ്ടായിരിക്കും. എൻ്റെ ഭൂമി, എൻ്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വകാര്യ സ്വത്ത് എന്ന് വെച്ചാൽ എൻ്റെ എന്ന് പറയുന്നതാണ് പ്രൈവറ്റ് എന്ന് പറയാം. ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ അവകാശം ഏതിനുണ്ടായിരിക്കും? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിക്ക്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്ത് മാത്രമാണ് ലക്ഷ്യം? ലാഭം മാത്രമേ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യമുള്ളൂ. വേറെ ഒരു കാര്യം ആരും നോക്കൂല. നമ്മൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നോക്കൂല. അവർക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടണം, മാക്സിമം ലാഭം കിട്ടണം എന്ന് മാത്രമാണ്. കൂടാതെ തന്നെ ട്രാൻസ്ഫർ ഓഫ് വെൽത്ത് ടു ലീഗൽ ഹയർ, പാരമ്പര്യമായിട്ട് സ്വത്ത് കൈമാറ്റ രീതി. എൻ്റെ സ്വത്ത് എൻ്റെ മകനിലേക്ക് എനിക്ക് കൈമാറാം, കാരണം എൻ്റെ സ്വത്തുണ്ട്. അതാണ് അതിൻ്റെ പോയിന്റ്. എനിക്ക് സ്വത്തുണ്ടായത് കൊണ്ടാണ് എൻ്റെ മകനിലേക്ക് അല്ലെങ്കിൽ എൻ്റെ മകളിലേക്ക് എന്ത് ചെയ്യുന്നത്? ആ സ്വത്തിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അതിനുള്ള അവസരം എവിടെ ഉണ്ടായിരിക്കും? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്രീ മാർക്കറ്റ് വിത്ത് നോ ഓവർ കൺട്രോൾ ഓവർ ദ പ്രൈസ്. അവിടെ എന്ത് ചെയ്യുന്ന അറിയോ? ഒരു ഫ്രീ മാർക്കറ്റാ, വില നിയന്ത്രണമില്ലാത്ത സ്വതന്ത്രമായ കച്ചവടം. ആർക്കും വില കൂട്ടാം, ആർക്കും വില കുറക്കാം. പക്ഷെ അവിടെ അധികമായിട്ട് വില കൂട്ടില്ല. കാരണം അധികമായിട്ട് വില കൂട്ടിയുള്ള പ്രശ്നം എവിടെയെന്ന് വരാമല്ലോ? ജനങ്ങൾ സാധനങ്ങൾ വാങ്ങൂല. സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിൽ അവർക്ക് ലാഭം കിട്ടുമോ? ഇല്ല. അവരതുകൊണ്ട് അതിനനുസരിച്ചുള്ള വിലകളിലുള്ള അഡ്ജസ്റ്റ്മെന്റ്, അതിന് നമ്മൾ വിളിക്കാറുണ്ട് മണി കൺട്രോൾ എന്നൊക്കെ പറയാൻ. നമ്മൾ എന്ത് ചെയ്യാണ്? പണത്തെ നമ്മൾ മണി സപ്ലൈയിലൂടെ എന്ത് ചെയ്യാണ്? കൺട്രോൾ ചെയ്യുന്നൊക്കെ പരിപാടിയാണ് ആക്ച്വലി ചെയ്യുക. ഇതാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൺസ്യൂമർ സോവറിറ്റി, ഉപഭോക്താക്കൾക്ക് പരമാധികാരം ഉണ്ടായിരിക്കും. ഒരു മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങിക്കാൻ പോയാൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടായിരിക്കും. ഇഷ്ടമുള്ള നമുക്ക് സെലക്ട് ചെയ്യാം. കാരണം ഒരുപാട് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒരേ വസ്തു നിർമ്മിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് സോവറിറ്റി, ഉപഭോക്താക്കൾക്ക് സോവറിറ്റിയുള്ള പരമാധികാരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കൺസ്യൂമർ സോവറിറ്റി, അഥവാ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള പരസ്പരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഇവർക്കിടയിൽ ഉണ്ടായിരിക്കും കേട്ടോ. ഇവർക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കി വെക്കുക. അതേസമയം അടുത്തയിലേക്ക് നമ്മൾ പോവേണ്ടതാണ്. മുതലാളിത്തം കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് സോഷ്യലിസ്റ്റ് എക്കോണമി. നമ്മുടെ രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയാണല്ലോ സോഷ്യലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയും നമ്മൾ ഇതിന്റെ സവിശേഷതകൾ അഥവാ ഫീച്ചേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സിലേക്ക് നമ്മൾ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യലിസം എന്ന് പറയുന്ന സമയത്ത് അവിടെ
ഗവൺമെൻറ്റിൽ മാത്രമേ ഉള്ളൂ, പ്രൈവറ്റ് ഇല്ല. ക്യാപിറ്റലിസം എന്താ നമ്മൾ പറഞ്ഞത്, അവിടെ പ്രൈവറ്റ് മാത്രമേ ഉള്ളൂ, വ്യക്തികൾ മാത്രമേ ഉള്ളൂ. ഗവൺമെന്റ് ഒരു കാര്യത്തിലും ഇടപെടാത്ത സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അതേസമയം നമ്മുടെ സോഷ്യലിസത്തിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ, അവിടെ മുതലാളിമാർ എന്ന് പറഞ്ഞ ആളില്ല. പകരം ആര് മാത്രമേ ഉള്ളൂ? ഗവൺമെന്റ് എല്ലാത്തിൻ്റെയും കൺട്രോൾ ആർക്കായിരിക്കും അറിയോ? ഗവൺമെന്റിന്റെ കൺട്രോളിലായിരിക്കും. അങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയെ വിളിക്കുന്ന പേരാണ് നമ്മൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അഥവാ സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയാം. ആക്ടിവിറ്റീസ് എയിംഡ് ടു സോഷ്യൽ വെൽഫെയർ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ലക്ഷ്യം, ഒരു സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ ലക്ഷ്യം ജനക്ഷേമം മാത്രമായിരിക്കും, സോഷ്യൽ വെൽഫെയർ മാത്രമായിരിക്കും. മാത്രമല്ല ആബ്സെൻസ് ഓഫ് പ്രൈവറ്റ് എന്റർപ്രണർ, സ്വകാര്യ സംരംഭകരുടെ അഭാവം. പ്രൈവറ്റ് ആയിട്ട് എന്റർപ്രണേഴ്സ് എന്തെങ്കിലും ഉണ്ടായിരിക്കൂല. കാരണം ഒരു വ്യക്തിയുടെ, എൻ്റെ കമ്പനി ഇല്ല, ഗവൺമെന്റിന്റെ കമ്പനിയേ ഉള്ളൂ. എൻ്റെ വാഹനമില്ല, ഗവൺമെന്റിന്റെ വാഹനമേ ഉള്ളൂ. എല്ലാത്തിനും എന്തായിരിക്കും? ഗവൺമെന്റിൻ്റെത് മാത്രമായിട്ടുള്ളതായിരിക്കും മാത്രം ഉണ്ടായിരിക്കുക. കൂടാതെ തന്നെ ആബ്സെൻസ് ഓഫ് പ്രൈവറ്റ് ഓണർഷിപ്പ്, നമ്മളെന്തില്ല പ്രൈവറ്റ് ഓണർഷിപ്പ്, സ്വന്തമായിട്ട് സ്വത്ത് ഉണ്ടായിരിക്കില്ല, വെൽത്ത് സമ്പത്ത് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ടു ലീഗൽ ഹയർ, പാരമ്പര്യമായിട്ടുള്ള സ്വത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, പാരമ്പര്യമായിട്ട് സ്വത്ത് ഉണ്ടെങ്കിലല്ലേ കൈമാറാൻ പറ്റുള്ളൂ. എനിക്കെന്ന് പറയുന്ന സ്വത്തില്ല, എനിക്ക് സ്വത്തില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ മകനെ ആ സ്വത്ത് കൈമാറാൻ പറ്റുമോ? ഇല്ല. ഇതെല്ലാം തന്നെ ആരുടെ കയ്യിലാണുള്ളത്? ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും ഉണ്ടാവുക. അങ്ങനത്തെ സമ്പദ് വ്യവസ്ഥ വിളിക്കുന്ന പേരാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എക്കണോമിക് ഇക്വാലിറ്റിയാണ്, സാമ്പത്തിക സമത്വം. എല്ലാവരും ഒരുപോലെ ജീവിക്കണം. നമ്മുടെ ഈ ഒരു എക്കണോമിക് ഇക്വാലിറ്റി എന്ന് കേൾക്കുന്ന സമയത്ത്, സാമ്പത്തിക സമത്വം എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും വളരെ നല്ല കാര്യമാണ് എന്നുള്ളത്. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് ഇപ്പൊ ക്യാപിറ്റലിസം ആയിക്കോട്ടെ സോഷ്യലിസം ആയിക്കോട്ടെ, ഇത് രണ്ടും പൂർണ്ണമായിട്ട് ഒരു രാജ്യത്തും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഇത് രണ്ടും, ഉദാഹരണത്തിന് ഗവൺമെന്റ് ഇടപെടാതെ, ഗവൺമെന്റ് ഇടപെടാത്ത ഒരു എക്കോണമി ആണെങ്കിൽ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതേസമയം ഗവൺമെന്റ് അധികമായിട്ട് ഇടപെടുന്ന എക്കോണമി, അതാണല്ലോ സോഷ്യലിസം എന്ന് പറയുന്നത്. അവിടുത്തെ അവസ്ഥയിൽ ജനങ്ങൾ അവിടെ മടിയന്മാരായിട്ട് മാറും. കാരണം ഞാൻ ജോലിക്ക് പോയാലും എനിക്ക് ഭക്ഷണം കിട്ടും, ഞാൻ ജോലിക്ക് പോയില്ലെങ്കിലും എനിക്ക് ഭക്ഷണം കിട്ടും. അപ്പോൾ നമ്മൾ എന്തായിരിക്കും? ജോലിക്ക് പോവാതെ, എളുപ്പപ്പണിയാണ് നമ്മൾ നോക്കുക. നമ്മൾ ജോലിക്ക് പോവാതെ ഭക്ഷണം കിട്ടാനുള്ള ഐഡിയ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യാണ്? ഗവൺമെന്റ് അത് രണ്ടും പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. അതുകൊണ്ടുള്ള ഒരു എക്കോണമിയാണ് ഇന്നിപ്പോൾ ഇന്ത്യ എല്ലാം നോക്കുന്ന. അപ്പോൾ ക്യാപിറ്റലിസം ആണെങ്കിൽ അമേരിക്ക എല്ലാം ചൂസ് ചെയ്തിട്ടുള്ളതാണ് ക്യാപിറ്റലിസം. അമേരിക്ക, UK പോലെയുള്ള രാജ്യങ്ങളാണ്. സോഷ്യലിസം ആണെങ്കിൽ ചൈന, ക്യൂബ പോലെയുള്ള രാജ്യങ്ങളാണ്. അത് പൂർണ്ണമായിട്ടല്ല, അതിന് ചെറിയ ഭാഗം. എന്നാൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ എടുത്തിട്ടുള്ളത് മിക്സ്ഡ് എക്കോണമിയാണ്, മിശ്ര സമ്പദ് വ്യവസ്ഥ. മിക്സർ നമ്മളറിയാലോ. ആക്ച്വലി മിക്സർ എന്ന് പറഞ്ഞാൽ എന്താ? മിക്സർ അറിയില്ലേ? നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന, നമ്മളെല്ലാം ബേക്കറി ആയിട്ട് കഴിക്കുന്ന, വൈകുന്നേരം ചായയിൽ കഴിക്കുന്ന മിക്സർ അറിയാലോ. മിക്സർ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂടിയതല്ലേ. അതിൽ കടല ഉണ്ടാവും, അതുപോലെ തന്നെ അതിൽ ബേക്കറി ഐറ്റംസ്, മറ്റു സാധനങ്ങൾ ഉണ്ടായിരിക്കും, കറിവേപ്പില ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ കൂടിയ സാധനത്തെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി മിക്സർ എന്ന് പറയുന്നത്. അതുപോലെ മിക്സ്ഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടറും അഥവാ പ്രൈവറ്റ് സെക്ടറും, ദാറ്റ് മീൻസ് സോഷ്യലിസവും ക്യാപിറ്റലിസവും. എന്തൊക്കെയാണ്? സോഷ്യലിസവും ക്യാപിറ്റലിസവും. ഇവ രണ്ടും കൂടെ കൂടിച്ചേർന്നതിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി മിക്സ്ഡ് എക്കോണമി. ഇതിൽ ക്യാപിറ്റലിസത്തിന് നല്ല കാര്യങ്ങളൊക്കെ എടുത്തു, സോഷ്യലിസത്തിന് നല്ല കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടുണ്ടാക്കുന്ന എക്കോണമിയെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എന്ത്? മിക്സ്ഡ് എക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ മിക്സ്ഡ് എക്കോണമിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതാണ് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മിക്സ്ഡ് എക്കോണമി. എക്സലൻസ് ഓഫ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. ഇതിൽ പൊതുമേഖലയുണ്ട്, സ്വകാര്യ മേഖലയുണ്ട്. പ്രൈവറ്റും ഉണ്ട്, പബ്ലിക്കും ഉണ്ട്, പൊതുമേഖലയുണ്ട്, സ്വകാര്യ മേഖല. കാരണം രണ്ടും ഉള്ളതാണല്ലോ. കൂടാതെ തന്നെ എക്കണോമി വർക്ക്സ് ഓർ ദ പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിങ്. ഇവിടെ എന്തായിരിക്കും? പ്ലാനിങ്ങിന്റെ ബേസിലായിരിക്കും എക്കണോമി വർക്ക് ചെയ്യുന്നത്. അവിടെ പ്ലാനിങ്, ഫുൾ കാര്യത്തിൽ വ്യക്തമായ പ്ലാനിങ്ങിലൂടെ ആയിരിക്കും പോകുക. അതേസമയം തന്നെ വെൽഫെയർ, ക്ഷേമ പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കും. നമ്മളൊക്കെ രാജ്യത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്? പ്രാധാന്യം കൊടുക്കാറുണ്ട്. കൂടാതെ എക്സസൻസ് ഓഫ് ബോത്ത് ഫ്രീഡം ഓഫ് പ്രൈവറ്റ് ഓണർഷിപ്പ് ആൻഡ് ദ വെൽത്ത് ടു എക്കണോമിക് കൺട്രോൾ. നാളെ പ്രൈവറ്റ് ഓണർഷിപ്പ്, സ്വകാര്യ സ്വത്തവകാശം കൊടുക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ മുകളിൽ സാമ്പത്തിക നിയന്ത്രണമുണ്ട്. സ്വകാര്യ സ്വത്ത്, എനിക്ക് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഇന്ത്യയിലുണ്ട്, ഇല്ലേ? പക്ഷെ എന്ന് കരുതിയിട്ട് എൻ്റെ പേരിൽ എനിക്ക് മാക്സിമം സംരക്ഷിക്കാൻ പറ്റുന്ന സ്വത്തിന് ഒരു ലിമിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഗവൺമെൻറ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള എക്കോണമിയെ വിളിക്കുന്ന പേരാണ് നമ്മുടെ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. സോ മക്കളെ, എന്തായാലും ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന ഭാഗമാണ്. ഇതിൻ്റെ ഫുൾ റിവിഷനുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരുന്ന ഭാഗമാണ്. സോ മക്കളെല്ലാവരും തന്നെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? 3 സാമ്പത്തിക വ്യവസ്ഥകളാണ്, 3 എക്കണോമിക് സിസ്റ്റംസാണ് പഠിച്ചത്. അത് ഏതൊക്കെയാ ഞാൻ പറയില്ല, അത് നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റിൽ പറയണം. സോ ലെറ്റ്സ് സീ യു ഓൾ.